ഹലോ, ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ചിക്കൻ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം ചിക്കൻ എടുത്തു. അതിലേക്ക് നമുക്ക് 1 സ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂണോളം മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മുളകും മഞ്ഞളൊക്കെ പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 20 മിനിറ്റോളം നമുക്ക് ആ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പാനിലേക്ക് ഈ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് പുട്ടിനുള്ള മാവൊന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരല്പം വെള്ളം ഇട്ട് കൊടുത്ത് പുട്ടിനുള്ള പൊടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ ഒരു പാനിലേക്ക് 2 സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു കൊടുത്ത സവാള ഇട്ട് കൊടുക്കാം. ഒരു 2 സവാള ഞാൻ ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് വാടി വരുന്ന സമയത്ത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊന്ന് ചതുക്കിയത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ ഇതുപോലെ എല്ലൊക്കെ മാറ്റി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് നുറുക്കി ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് എല്ലാ ചിക്കനും നുറുക്കി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മസാല വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു അര സ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ നുറുക്കിയിട്ടിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പുട്ടിലേക്ക് ആവശ്യമായ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. പിന്നെ പുട്ട് വേവാൻ വേണ്ടി ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ കുറ്റിയെടുത്ത് അതിലേക്ക് നമുക്ക് ആദ്യം ഒരു സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ ചിക്കൻ്റെ അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പുട്ട് പൊടി ഇട്ട് കൊടുക്കാം. വീണ്ടും മസാല ഇട്ട് കൊടുക്കാം. വീണ്ടും പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് പുട്ട് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ആവിയിലേക്ക് വെക്കാം. നമ്മുടെ ചിക്കൻ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു കറിയുടെ പ്രത്യേകിച്ചിട്ട് ആവശ്യമൊന്നുമില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.